Good morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് രണ്ടുമൂന്നെണ്ണം ചെയ്തു ഗ്രാഫിക്കൽ മെത്തേഡിൽ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വൺ ഓഫ് ദ മെത്തേഡ്സ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ് ദാറ്റ് വി ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ഇൻ ലാസ്റ്റ് ക്ലാസ്. Actually, this theory portion has to be taught before starting the problem. ഈ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പറയേണ്ട ഒന്നാണ്. എന്നിരുന്നാലും അതിന്റെ പ്രായോഗിക തലത്തില് പ്രോബ്ലംസ് ചെയ്തു കഴിയുമ്പോൾ മാത്രമേ ഈ ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പൊട്ടക്കണ്ണൻ ആട്ടം കാണുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ വിചാരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ വരിക. അപ്പോൾ രണ്ട് പ്രോബ്ലം ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ ടേംസ് എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷതകൾ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ സവിശേഷതകൾ എന്താണ്? ഇറ്റ് ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എല്ലാ LPPക്കും ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. The general format or form of objective function is z equal to c1 x1 plus c2 x2 plus c3 x3 plus etc. plus cn xn, where c1 c2 c3 up to cn are constant and x1 x2 up to xn are decision variables. ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ അനുസരിച്ച്, നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ട വേരിയബിൾസ് ആണ്. ഇത്ര ടൈം, ഇത്ര സമയം, ഇത്ര സോഴ്സ് എന്നുള്ളതൊക്കെ മാറ്റം വരുന്നുണ്ട്. അത് ഇനി അടുത്ത ഫർദർ പ്രോബ്ലംസിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ദെൻ ലീനിയർ കൺസ്ട്രെയിൻസ്. രണ്ടാമത്തെ സവിശേഷതയാണ് ലീനിയർ കൺസ്ട്രെയിൻസ്. ലീനിയർ ആയിട്ട് വ്യതിയാനം വരുന്ന ലിമിറ്റേഷൻസ്. എ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ. ഒരു സെറ്റ് ഓഫ് നിയന്ത്രണങ്ങളാണ് imposed on variables. Variables means x1, x2, x3 അങ്ങനെയുള്ള വേരിയബിൾസ് appearing on objective function. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന ഡിസിഷൻ വേരിയബിൾസ് x1, x2, x3 up to xn, അതിൽ വരുന്ന നിയന്ത്രണങ്ങൾ. സോ ദാറ്റ് എന്തിനാണ് ഈ നിയന്ത്രണങ്ങൾ വരുന്നത്? അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. റിസോഴ്സുകൾ ലിമിറ്റഡ് ആണ്. വാട്ട് ആർ റിസോഴ്സസ്? മാൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻ. മണി അവിടെ ഉണ്ട്. ഇപ്പൊ 3 റിസോഴ്സുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഓപ്പറേഷൻസിൽ, വർക്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വരുന്നത്. ആ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇത്ര റിസോഴ്സ് ഉപയോഗിക്കാവുള്ളൂ, ഇത്ര മാനേഴ്സ് ഉപയോഗിക്കാവുള്ളൂ, ഇത്ര മെഷീൻസ് ഉപയോഗിക്കാവുള്ളൂ. ദിസ് മച്ച് മെറ്റീരിയൽസ് ടു ബി യൂട്ടിലൈസ്ഡ്. സോ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. സോ വി ഹാവ് ടു അപ്ലൈ സം റെസ്ട്രിക്ഷൻ ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മീൻസ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ വരുന്ന മാക്സിമൈസ് ചെയ്യാനാണോ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് മിനിമൈസ് ചെയ്യാനാണോ, മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനാണോ, അത് പല റിസോഴ്സിനെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണ്. c1 x1 c1 c2 x2 plus cn xn അവരെ എഴുതിയിട്ടുണ്ട്. c1 c2 c3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, x1 x2 x3 xn എന്ന് പറഞ്ഞാൽ വേരിയബിൾ, ഡിസിഷൻ വേരിയബിൾ. ആ വേരിയബിൾസിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെയാണ് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് a1 x1 plus a2 x2 plus a3 x3 an xn greater than or equal to b or less than or equal to b, where a1 a2 a3 an and b are constant. In last class we have the objective function is equal to 60 x1 plus 40 x2. That was the decision objective function. Then our constraints are 2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35, x1 greater than or equal to 0, x2 greater than or equal to 0. These are our constraints. Limitations അവിടെ impose ചെയ്ത constraints ഇതായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഫോം ആണ് 2x1 plus x2 less than or equal to 0.
a1 x1 plus a2 x3 ആ ഫോർമാറ്റ് ആണ്. 2x1 plus x2 less than or equal to 60 ആകാം, greater than or equal to 60. അത് കൺസ്റ്റൻസ് ആ ഫോർമാറ്റ് അനുസരിച്ച് മാറ്റം വരും. അതാണ് പറഞ്ഞത്. Then feasible solution, it is a set of values for variables x1 x2 x3 which satisfy constraints. x1 x2 x3 ക്ക് കിട്ടുന്ന വാല്യൂസ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതുമ്പോൾ വെർട്ടെക്സുകൾ കോർഡിനേറ്റ്സ് കിട്ടി. ആ വാല്യൂസ് ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x1 plus x2 x1 x2 കിട്ടിയ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആകണം, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ആകണം, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 ആകണം. ആ വാല്യൂസിനെയാണ് ഫീസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയുക. ക്ലിയർ? ദെൻ ആ ഫീസിബിൾ സൊല്യൂഷൻ ഒന്നിലധികം ഉണ്ടാകാം. നമുക്ക് 5 വെർട്ടെക്സ് കിട്ടി, 0 0 a b c d അങ്ങനെ 5 വെർട്ടെക്സുകൾ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ആ എൻഡ് പോയിന്റ്സ് ആയിട്ട് കിട്ടിയിരുന്നു. ആ എൻഡ് പോയിന്റ്സിൽ ഏറ്റവും ഒപ്റ്റിമം കിട്ടുന്ന, ഒപ്റ്റിമൈസ് ചെയ്യാൻ കിട്ടുന്ന ആ വെർട്ടെക്സ് മാക്സിമൈസ് ആണെങ്കിൽ ഇസഡ് വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വെർട്ടെക്സ് ആണ് അതിന്റെ സൊല്യൂഷൻ. ഇസഡിന്റെ മാക്സിമം വാല്യൂ അതായിരിക്കും. ദാറ്റ് ഈസ് ഒപ്റ്റിമം സൊല്യൂഷൻ, ദ ഫീസിബിൾ സൊല്യൂഷൻ ദാറ്റ് ഒപ്റ്റിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മാക്സിമൈസ് ആണ് ചെയ്യാൻ പറഞ്ഞത്. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് സെറ്റ് ദ മാക്സ്. മിനിമൈസ് ആണെങ്കിൽ സെറ്റ് ദ മിനിമം എന്ന് പറഞ്ഞാൽ സെറ്റ് ദ മാക്സ് എന്നാണ് പറയുന്നത്. ദർ ക്യാൻ ബി വൺ ഓർ മോർ ഫീസിബിൾ സൊല്യൂഷൻ ഫോർ LPP. നമ്മൾ സെഡ് കണ്ടുപിടിച്ചപ്പോൾ 4 സെഡ് വാല്യൂസ് നമുക്ക് കിട്ടി. 0 0 അവിടെ നിൽക്കട്ടെ, അതെല്ലാം 0 ആയി പോകും. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. എ ബി സി ഡി മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പൊ 4 സെഡ് വാല്യൂസ് നമുക്ക് കിട്ടി. ആ സെഡ് വാല്യൂല് ഏറ്റവും കൂടുതൽ കിട്ടിയത് 120 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുത്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സും നമ്മൾ എടുത്തു. അതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, നൗ ദ ഫോർമേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ മോഡൽ. നമുക്ക് ആക്ച്വൽ ഒരു സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്നായിരിക്കും. നമുക്കൊരു കമ്പനിയിൽ 2 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം. അതായത് ഒരു ചെയർ, ഒരു ടേബിള്. ഒരു ചെറിയ കമ്പനിയാണെന്ന് വിചാരിക്കുക, സ്മോൾ ഓർഗനൈസേഷൻ, ആൻഡ് ദ ഓർഗനൈസേഷൻ ഹാസ് 2 machines for doing operation in production work. അപ്പൊ ചെയർ ഒരേ മെഷീനിൽ, എ എന്നുള്ള മെഷീനിൽ കുറച്ച് നേരം വർക്ക് ചെയ്യണം. ടേബിളിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ഈ എയിൽ ചെയ്യണം. അതേപോലെ ബിയിലും ചെയറിന്റെ മെറ്റീരിയൽസ് കുറച്ചു നേരം ഓപ്പറേഷൻസ് നടത്തണം, ബിയിലും ഓപ്പറേഷൻസ് നടത്തണം. അപ്പൊ ഈ ചെയറും ടേബിളും കമ്പൈൻഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെയറും എത്ര മേശയും, അല്ലെങ്കിൽ എത്ര മേശയും എത്ര കസേരയും കൂടി കമ്പൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ലാഭം കോസ്റ്റ് കുറച്ചിട്ട് പരമാവധി ലാഭം എങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഇത്ര മെറ്റീരിയൽ ഉണ്ട്, ഇത്ര മെഷീൻ അവേഴ്സ് ഉണ്ട്, ഇത്ര മാൻ അവൈലബിൾ ആണ്. അതെല്ലാം വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് formation of mathematical equation. അത് LPP. Identify the objectives as maximize or minimize. മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയാണോ ഉദ്ദേശം, മിനിമം ടോട്ടൽ കോസ്റ്റ് ചെയ്യാണോ ഉദ്ദേശം, ക്വസ്റ്റ്യൻ എന്ന് വായിച്ചെടുക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് while doing model in linear programming problem. ആദ്യമേ മാക്സിമൈസ് ചെയ്യാനാണോ മിനിമൈസ് ചെയ്യാനാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. Second, mention the objective quantitatively as a linear functions of variables z equal to ax1 plus c1 x1 plus c2 x2 plus c3 x3 up to cn xn എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അങ്ങനെ എഴുതണം. മാക്സിമൈസ് ആണെങ്കിലും മിനിമൈസ് ആണെങ്കിലും z equal to c1 x1 plus c2 x2 up to cn xn ആ ഒരു ഫോർമാറ്റിലേക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് എഴുതണം ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. ദെൻ ഐഡന്റിഫൈ ദ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയതുകൊണ്ട് അതിൽ ഇമ്പോസ് ചെയ്യുന്ന, അതിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെയാണ് കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻസ് എന്ന് പറയുക. അതില് ഇത്ര മെഷീൻസ് ഉണ്ട്, മാൻ അവർ ഇത്ര ആകാൻ പാടില്ല. കഴിഞ്ഞ നമ്മൾ ചെയ്ത പ്രോബ്ലത്തില്
2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35 എന്നാൽ 0 ആകാനും പാടില്ല. x1 greater than 0, x2 greater than 0. അതേപോലെ കൺസ്ട്രെയിൻസ് ഈ പ്രോബ്ലത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. മാൻ അവേഴ്സ് മനുഷ്യ പ്രയത്നം ഇത്ര എണ്ണത്തിൽ കൂടാൻ പാടില്ല, കുറഞ്ഞിരിക്കണം. അതൊരു കൺസ്ട്രെയിന്റ് ആണ്. മെഷീൻ അവേഴ്സ് ഇത്ര എ എന്നുള്ള മെഷീൻ ഇത്ര നേരം ഉപയോഗിക്കാം, ബി എന്നുള്ള മെഷീൻ ഇത്ര നേരം ഉപയോഗിക്കാം. അത് രണ്ട് കൺസ്ട്രെയിൻസ് ആണ്. എന്നാൽ ഉപയോഗം 0യിൽ താഴാൻ പാടില്ല. നെഗറ്റീവ് വാല്യൂ 0 അത് പ്രായോഗികമല്ല. അങ്ങനെ ആവാൻ അങ്ങനെ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുക. ഈ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അത് ഫോർമുലേറ്റ് ചെയ്യണം. നമ്മളെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ പ്രോബ്ലംസ് ഗ്രാഫിക്കലി ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് മാർഗം. ഓക്കെ, ഇൻ ലാസ്റ്റ് ക്ലാസ് we have given the objective function z equal to 60x1 plus 40x2. Okay, and the constraints are 2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35, then x1 greater than or equal to 0, x2 greater than or equal to 0. Okay, ആ പ്രോബ്ലം ഓർമ്മയുണ്ടല്ലോ? Yes, z equal to 60x1 plus 40x2. That is our objective function. The first step is formulate the problem into LPP. LPP യിലേക്ക് എഴുതണം. That is z equal to a x1 plus cx1 c1 x1 plus c2 x2 plus etc. cn xn. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമാറ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ജനറൽ ഫോർമാറ്റ്. z equal to c1 x1 plus c2 x2 plus etc. up to xn, cn xn, where c1 c2 c3 c4 cn are constant and x1 x2 x3 are variables of that linear programming problem. Actual situation ആണ് നമുക്ക് തരിക, അതിലെ വേരിയബിൾസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ x1 x2 എല്ലാം xn എല്ലാം 0യിലും കൂടുതലായിരിക്കണം. c1 c2 c3 എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെ ആ ഇക്വേഷനിലേക്ക് ഫോർമുലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻടു LPP. ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം കൺവേർട്ട് ചെയ്ത് എഴുതുക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് ഓൾറെഡി തന്നിട്ടുണ്ടാവും. z equal to 60x1 plus 40x2 equal z equal to തന്നിട്ടുണ്ട്. അതപ്പോ അത് കഴിഞ്ഞു. സെക്കൻഡ്, each inequality in the constraint is written as equalities. ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻഇക്വാലിറ്റി. അത് കൺസ്ട്രെയിന്റ് ആയിട്ട് തന്നത് 2x1 plus x2 less than or equal to 60. ആ പ്രോബ്ലം എഴുതിയത് കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുക. 2x1 plus x2 less than or equal to 60. 2x1നും x1നും x2നും എന്ത് വാല്യൂ കൊടുത്താലും അത് 60ക്ക് തുല്യമോ അതിൽ ചെറുതോ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കൺസ്ട്രെയിന്റ്. Then x1 less than or equal to 25. x1ന്റെ വാല്യൂ 25ലും ചെറുതായിരിക്കണം, x2ന്റെ വാല്യൂ 35ലും ചെറുതായിരിക്കണം. എന്നാൽ x1ഉം x2ഉം 0യിലും കൂടുതലായിരിക്കണം. ഇതാണ് കൺസ്ട്രെയിൻസ്. അതെല്ലാം ഈക്വാലിറ്റീസ് ആയിട്ട് എഴുതി. 2x1 plus x2 equal to 60. Then x1 equal to 25, x2 equal to 35, x1 equal to 0, x2 equal to 0. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി. എന്നാൽ അതിനെ ലൈൻസ് ആയിട്ട് വരച്ചു. ഗ്രാഫിക്കലി ഡ്രോ സ്ട്രെയിറ്റ് ലൈൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ഇക്വേഷൻസ് ഒബ്റ്റൈൻഡ്. ഇക്വേഷൻസ് കിട്ടിയതിനെ ഗ്രാഫിൽ നമ്മൾ ലൈൻസ് ആയിട്ട് വരച്ചു. ഓക്കെ, then identify the feasible region. ആ ഗ്രാഫിൽ വരച്ചുമ്പോ അത് ക്രോസ് ആയിട്ടും ലെങ്ത് വൈസും ക്രോസ് വൈസും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലെ എല്ലാ കൺസ്ട്രെയിൻസും ഉൾക്കൊള്ളുന്ന ഫീസിബിൾ റീജിയൻ ഞാനത് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരുന്നു. ഫീസിബിൾ റീജിയൻ, ആ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചത് അതാണ് ഫീസിബിൾ റീജിയൻ. അതിന്റെ വെർട്ടിസസ് ഓഫ് ഫീസിബിൾ റീജിയൻ
കണ്ടുപിടിക്കുക. ആ ഗ്രാഫിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിനും x1 ആക്സിസിനും x2 ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വെർട്ടിസസ് കണ്ടുപിടിക്കുക. ഓരോ വെർട്ടിസസിലും സെറ്റിന്റെ വാല്യൂ, അതായത് സെറ്റിന്റെ അതിൽ വരുന്ന വേരിയബിൾസ് x1 x2 എന്നുള്ള വരുന്ന സ്ഥലത്ത് ആ വേരിയബിൾസ് ഇട്ട് കൊടുത്തിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കുക. കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്, x1 ഉം x2ന്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് കണ്ടുപിടിക്കുക. സെറ്റ് ഏതാണോ മാക്സിമം കിട്ടുന്നത് ആ കറസ്പോണ്ടിങ് വെർട്ടിസസും സെറ്റിന്റെ വാല്യൂ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ, ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the solution is the coordinates of vertex which optimize the objective function. Maximize ആണെങ്കിൽ maximize, minimize ആണെങ്കിൽ ഏറ്റവും മിനിമം കിട്ടുന്ന ആ വെർട്ടിസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത് maximize the objective function z equal to 60x1 plus 40x2 എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ മാക്സിമൈസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സെറ്റിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്നതാണ് അവിടെ എടുക്കേണ്ടത്. മിനിമൈസ് ആണെങ്കിൽ സെറ്റിന്റെ വാല്യൂ ഏറ്റവും മിനിമം കിട്ടുന്ന വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്സ് ഫോർ സോൾവിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഫസ്റ്റ്, ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻടു LPP, ദാറ്റ് ഈസ് z equal to c1x1 plus c2x2 plus etc cn(xn) ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. സെക്കൻഡ്, ഇൻ each inequality in the constraint is written as equality. കൺസ്ട്രെയിൻസ് എന്നത് ഇനീക്വാലിറ്റി ആയിരിക്കും, അത് ഈക്വൽ ആക്കിയിട്ട് എഴുതണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഗ്രാഫ് വരച്ചിട്ട് x1 ആക്സിസും x2 ആക്സിസും വരച്ചിട്ട് ലൈൻസ് വരയ്ക്കണം. ആ ലൈൻസ് എല്ലാം ക്രോസ് ചെയ്യുന്ന ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ദ ഏരിയ വിച്ച് സാറ്റിസ്ഫൈ ഓൾ കൺസ്ട്രെയിൻസ്. ആ ലിമിറ്റേഷൻസ് എല്ലാം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റീജിയൻ ഷെയ്ഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് എൻഡ് പോയിന്റ്സ് കൊടുക്കുക. ABCD, O ഓൾറെഡി ഒറിജിൻ ഉണ്ട്, OABCD എന്ന ഒറിജിൻ കൊടുത്തു. എന്നിട്ട് അതിന്റെ വെർട്ടെക്സുകൾ കണ്ടുപിടിക്കുക, അതായത് കോർഡിനേറ്റ്സ് x1 x2 x3 അതുള്ള കോർഡിനേറ്റ്സ് ആ x1 x2 കറസ്പോണ്ടിങ് x1 x2 കണ്ടുപിടിക്കുക. ആ ഗ്രാഫിൽ നിന്ന് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓരോ വെർട്ടെക്സിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതില് ഒബ്ജക്റ്റ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണോ മിനിമൈസ് ചെയ്യാനാണോ എന്ന് ക്വസ്റ്റ്യനിൽ നോക്കുക. മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്ന കോർഡിനേറ്റ്സ് ആണ് അതിന്റെ സൊല്യൂഷനും ഇസഡിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, ക്ലിയർ ആയി. നമ്മളിനി നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം എങ്ങനെ ഒരു LPP പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്താം. ഹൗ എ LPP linear programming problem can be formulated, mathematical model can be formulated and objective function can be written. From there how we can solve a problem. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എ ടിപ്പിക്കൽ പ്രോബ്ലം ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എ ടോയ് മാനുഫാക്ചറിംഗ് കമ്പനി, ഒരു കളിപ്പാട്ടം നിർമ്മിക്കുന്ന കമ്പനി produces two types of toys. A basic version doll, ഒരു പാവക്കുട്ടി A എന്നുള്ള ഒരു പാവ. Then deluxe version doll B. Each doll of type B takes twice as long to produce as one type A. B എന്നുള്ള ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ഇരട്ടി സമയം വേണം. A ഉണ്ടാക്കുന്നതിൽ 2 ഇരട്ടി സമയം ആവശ്യമാണ്. And the company would have time to make a maximum of 2000 per day if it produced only basic version. അടിസ്ഥാനമായ അല്ലെങ്കിൽ സാധാരണ ഡോൾ ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി 2000 ഡോൾ വരെ ഉണ്ടാക്കാം. ഡീലക്സ് വെർഷൻ ഉണ്ടാക്കുന്നതിന് A വെർഷൻ ബേസിക് വെർഷന്റെ ഇരട്ടി സമയം വേണം. Then the supply of plastic is sufficient to produce 1500 dolls per day. Both combined A and B. 2 ഡോളും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ 1500 ഡോൾ ഉണ്ടാക്കാനുള്ള പ്ലാസ്റ്റിക് ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ളൂ. Then deluxe version requires fancy dress of which there are 600 per day. Deluxe version ഡോളിന് ഒരു ഫാൻസി ഡ്രസ്, അലങ്കാരപ്രദമായ ഒരു ഡ്രസ് കൂടിയുണ്ട്. അത് 600 എണ്ണമേ അവൈലബിൾ ഉള്ളൂ ഒരു ദിവസം.
Okay. If the company makes profit of rupees 3 and 5 per doll A and B, A എന്നുള്ള ഡോളും ബി എന്നുള്ള ഡോളും നിർമ്മിക്കുമ്പോൾ കമ്പനിക്ക് യഥാക്രമം 3 രൂപയും 5 രൂപയും പ്രോഫിറ്റ് ലാഭം ലഭിക്കുമെങ്കിൽ how many of each should be produced per day in order to maximize the profit? ഓരോന്നും എത്ര വീതം പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ദിവസം എത്ര വീതം പ്രൊഡ്യൂസ് ചെയ്യണം? ക്ലിയർ? ഒരു കളിപ്പാട്ട നിർമ്മാണ കമ്പനി എ ടൈപ്പ് ഡോളും ബി ടൈപ്പ് ഡോളും നിർമ്മിക്കുന്നു, ഒരു ദിവസം നിർമ്മിക്കുന്നു. അത് നിർമ്മിക്കാനായിട്ട് പരമാവധി 2000 ഡോള് ആ കമ്പനിക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. എ എന്നുള്ള ഡോള് നിർമ്മിക്കുന്നതിന്റെ ഇരട്ടി സമയം ബി എന്നുള്ള ഡോള് നിർമ്മിക്കാൻ ആവശ്യമാണ്. ദെൻ അതൊരു കൺസ്ട്രെയിന്റ് ആണ്. എ എന്നുള്ള ഡോളിന് നിർമ്മിക്കുന്നതിന്റെ 2 ഇരട്ടി സമയം ബി എന്നുള്ള ഡോളിന് വേണം. ഇത് രണ്ടും കൂടി കൂട്ടിയാലും 2000 ഡോളെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. 2000 ഡോള് തന്നെ ഒരു എ മാത്രം നിർമ്മിക്കുകയാണെങ്കിൽ, എയും ബിയും കൂട്ടിയാണെങ്കിൽ അത്രയും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊരു കൺസ്ട്രെയിന്റ്. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിന്റ് ആണ് 1500 ഡോള്. 2 ഡോളും കൂടി ചെയ്യുകയാണെങ്കിൽ 1500 കളിപ്പാവ നിർമ്മിക്കാനുള്ള പ്ലാസ്റ്റിക് കമ്പനിയിൽ ലഭ്യമായിട്ടുള്ളൂ ഒരു ദിവസം. അത് രണ്ടാമത്തെ കൺസ്ട്രെയിന്റ്. ദെൻ രണ്ടാമത്തെ പാവ ഡീലക്സ് വേർഷൻ നിർമ്മിക്കാനായിട്ട് 600 അലങ്കാര വസ്ത്രം ആവശ്യമാണ്. അല്ലെ, അത് മാത്രമേ ലഭ്യമാവുള്ളൂ. ആ ഡീലക്സ് വേർഷന് ഒരു അലങ്കാര വസ്ത്രമുണ്ട്, അത് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അത് മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് ആണ്. ദെൻ നാലാമത്തെ കൺസ്ട്രെയിന്റ്, ഇത് രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്. x1 x2 ആണെന്ന് കരുതി കഴിഞ്ഞാൽ എ എന്നുള്ള വേർഷൻ ഉണ്ടാക്കാൻ x1 എണ്ണം ഉണ്ടാക്കുന്നു, ബി എന്നുള്ളത് x2 എണ്ണം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ x1ഉം x2ഉം 0യ്ക്ക് മുകളിലായിരിക്കും. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതാണ്. അപ്പൊ കൺസ്ട്രെയിന്റ് ഇത്രയാണ്. ഈ 4 കൺസ്ട്രെയിന്റ് ആണ്. ദെൻ ഓരോ കളിപ്പാട്ടം ഉണ്ടാക്കുമ്പോൾ, എ എന്നുള്ള കളിപ്പാട്ടം ഉണ്ടാക്കുമ്പോൾ 3 രൂപയും ബി എന്നുള്ള കളിപ്പാട്ടം ഉണ്ടാക്കുമ്പോൾ 5 രൂപയും കമ്പനിക്ക് ലഭിക്കുന്നെങ്കിൽ എത്ര കളിപ്പാട്ടം വീതം ഒരു ദിവസം ഉണ്ടാക്കണം? സോ ദാറ്റ് ദ പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്. അപ്പൊ നമ്മുടെ ഇസഡ് ഫംഗ്ഷൻ ഓർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതേണ്ടത് z ഈക്വൽ ടു 3x1 പ്ലസ് 5x2 എന്നാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരിക. ദെൻ കൺസ്ട്രെയിൻസ് എഴുതുക, അത് ഈക്വാലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇക്വേഷൻസ് അനുസരിച്ചുള്ള ലൈൻസ് വരയ്ക്കുക, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, ഫീസിബിൾ റീജിയന്റെ വെർട്ടെക്സുകൾ കാണുക. ദെൻ ആ വെർട്ടെക്സില് കറസ്പോണ്ടിങ് സെഡ് വാല്യൂവില് ഈ വെർട്ടെക്സിൽ കിട്ടുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. പരമാവധി വാല്യൂ എവിടെയാണ് കിട്ടുന്നത് ആ വെർട്ടെക്സുകൾ സെലക്ട് ചെയ്യുക. അതാണ് ഒപ്റ്റിമം സൊല്യൂഷൻ. ആ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്ന വെർട്ടെക്സുകൾ കിട്ടുന്ന വാല്യൂ, സെഡ് വാല്യൂ ആണ് മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Let x1 equal to number of A type dolls produced per day and x2 equal to number of B type dolls produced per day. Let x1 equal to number of dolls A type per day, x2 equal to number of doll B type per day. Okay, then profit of doll A equal to rupees 3 and profit of doll B equal to rupees 5. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. Now the objective function is to maximize profit. So Z can be written as Z equal to 3x1 plus 5x2. That is the objective function. ഇത് മാക്സിമൈസ് ആകണം, പ്രോഫിറ്റ് മാക്സിമൈസ് ആകണം. x1 x2 നമ്പേഴ്സ് ഡോൾ എയും ബിയും നിർമ്മിക്കണം, പ്രോഫിറ്റ് മാക്സിമം ആകണം. ഇനി കൺസ്ട്രെയിൻസ് എഴുതാം. കൺസ്ട്രെയിൻസ് എഴുതുമ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് x1 പ്ലസ്
2x2 less than or equal to 2000. അതായത് ഒരു ഡോളർ x1 എന്നുള്ള എ ടൈപ്പ് ഡോളർ ഉണ്ടാക്കുന്നതിന്റെ 2 ഇരട്ടി സമയം ബി ടൈപ്പ് ഡോളർ ഉണ്ടാക്കാൻ വേണം. അപ്പൊ x2 നമ്പേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ഇരട്ടി സമയം വേണം 2x2 അവിടെ. x1 പ്ലസ് x2 ഒരിക്കലും 2000 എണ്ണത്തിൽ കൂടാൻ പാടില്ല. അത് ഫസ്റ്റ് കൺസ്ട്രെയിന്റ്. ദെൻ പ്ലാസ്റ്റിക്കിന്റെ അളവ് 1500 ഡോളർ ഉണ്ടാക്കാൻ മാത്രമേ തികയുള്ളൂ എന്ന് അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് കൺസ്ട്രെയിന്റ് ഈസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് കൺസ്ട്രെയിന്റ്. ദെൻ x1 എത്ര ആകണം അതിൽ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. x2 ടൈപ്പ് അതായത് ഡോൾ ബി ടൈപ്പിന് 600 എണ്ണം അലങ്കാരമായിട്ട് വസ്ത്രമുണ്ട്. 600 എണ്ണമേ പരമാവധി കിട്ടുള്ളൂ. സോ x2 മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. 600ൽ താഴെയായിരിക്കണം. ഇനി അവസാനത്തെ കൺസ്ട്രെയിൻസ് x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 greater than or equal to 0, x2 greater than or equal to 0. These are the conditions and objective functions as per our question. Okay, convert this into equalities. ഈ ഇതിനെല്ലാം constraints നെ equalities ആയിട്ട് എഴുതണം. So x1 plus 2x2 equal to 2000. That is first equality. Then x1 plus x2 equal to 1500. Another equality, x2 equal to 600. Then x1 equal to 0, x2 equal to 0. ഇതാണ് കൺസ്ട്രെയിൻസിനെ ഈക്വാലിറ്റി ഫോമിൽ നമ്മൾ മാറ്റി എഴുതിയത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫില് ലൈൻസ് വരയ്ക്കണം. സോ ഫസ്റ്റ് ഡ്രോ ദ x2 ആക്സിസ് വെർട്ടിക്കലി. സിമിലർലി ഹൊറിസോണ്ടൽ ആക്സിസ് x1 ആക്സിസ് horizontally. This is x1 axis and this is x2 axis. Here x1 equal to 0, x1 equal to 0. Here x2 equal to 0. This is origin. ഇനി ഡിവിഷൻസ് നോക്കുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 1500 ഉണ്ട്, 2000 ഉണ്ട്, ഇവിടെ 1500, 2000. പരമാവധി വരുന്നത് 2000 യൂണിറ്റ് ആണ്. അതിനനുസരിച്ച് ഡിവിഷൻസ് കൊടുക്കുക. സോ ഡിവൈഡ് 500, 1000, 1500, 2000, 2500. 1, 2, 3, 4, 5. അതിന്റെ മാർക്കിങ്സ് 500, 1000, 1500, 2000. Then 500, 1000, 1500, 2000. Okay, this is നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച്, നമ്മുടെ യുക്തിക്കനുസരിച്ച്, നമ്മുടെ സ്പേസ് അവൈലബിലിറ്റി അനുസരിച്ച് ഈ ഡിവിഷൻസ് മാർക്ക് ചെയ്യാം. Now x1 equal to 0, x2 axis ആയി, x2 equal to 0, അടുത്ത x axis ആയി. Then അടുത്തത് x2 equal to 600. x2 means this one. ഇവിടെ x2 600 വരണം. അപ്പൊ ഇത് 500 ഇത് 750 ഇവിടെയാണെന്ന് വിചാരിക്കുക. x2 equal to x2 equal to ഇവിടെ അല്ല, x2 equal to 600 ഇവിടെയാണെന്ന് വിചാരിക്കുക. x2 equal to 600. അവിടെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ. x2 equal to 600. This is x2 equal to 600. Now അപ്പൊ ഇത് ഈ കൺസ്ട്രെയിന്റ് ആയി, ഇത് രണ്ട് കൺസ്ട്രെയിന്റും നമ്മൾ ലൈൻസിലോട്ട് കൺവേർട്ട് ചെയ്തു. Then we have to find out
line or draw the line according to x1 plus x2 equal to 1500. First put equation. First put x1 equal to 0, then x2 equal to 1500. Similarly, above point coordinates 0, 1500. Similarly, x2 equal to 0, x1 equal to 1500. Then coordinates are 1500, 0 according to this. So mark first coordinate 0, 1500. 0 ഇതാണ് 1500 ഇവിടെയാണ്. Mark this point. Okay. Then similarly 1500, 0 this point. Join the line through or connecting these points. We will get a line like this. That is x1 plus x2 equal to 1500. That is this line. ഇനി ചെയ്യാനുള്ളത് ഈ കൺസ്ട്രെയിന്റ് ആണ്. ഈ കൺസ്ട്രെയിന്റ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. x1 plus 2x2 equal to 2000. Put x1 equal to 0, then 2x2 equal to 2000. Therefore, x2 equal to 1000. Therefore, the coordinates are 0, 1000. That is first coordinate according to this equation. Similarly, put x2 equal to 0. x2 equal to 0, then x1 equal to 2000. Okay, then coordinates are 2000, 0. Clear? Mark this. 2000, 0 means 2000 here, 0. Then 0,000 means this one, 0,000. Okay. Now mark that line or draw that line connecting these points. Clear? This is x1 plus 2x2 equal to 2000. The line representing these conditions. Then mark the coordinates or endpoints of this feasible region. Feasible region is this one. അതായത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ റീജിയൻ ആണ് feasible region എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കൺസ്ട്രെയിൻസ് പ്രകാരമുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, മാർക്ക് ദിസ് A, B, C and D. D യുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 1500, 0. A യുടെ കോർഡിനേറ്റ്സ് 0, 600. B യുടെയും C യുടെയും കോർഡിനേറ്റ്സ് നമുക്കറിയില്ല. സോ B യുടെ x2 കോർഡിനേറ്റ് അറിയാം, x കോർഡിനേറ്റ് അറിയില്ല. സോ ഡ്രോ എ പെർപെൻഡിക്കുലർ. Draw a perpendicular from B to x2 axis. Dotted lines. Similarly, C യുടെ x2 കോർഡിനേറ്റ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാനായിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു x2 ആക്സിസിലേക്ക്. Then C we will get C യുടെ ഈ കോർഡിനേറ്റ് അറിയില്ല, അവിടെ വരയ്ക്കുന്നു. So C is 1500. We will get the coordinates as 1500. C യുടെ coordinates. B യുടെ coordinates ദാ ഇവിടെ 750, നേരെ പകുതിയാണ് 750, ഇവിടെയുള്ള കോർഡിനേറ്റ് 600. ക്ലിയർ? ആദ്യം നമ്മൾ ചെയ്തത് ഈ കൺസ്ട്രെയിൻസ് അനുസരിച്ചിട്ട് ഈക്വാലിറ്റീസ് ആക്കി ഇക്വേഷൻസ് എഴുതി. x1 plus 2x2 equal to 2000, x1 plus x2 equal to 1500, x2 equal to 600, x1
equal to 0, x2 equal to 0. x1 equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ് അല്ലെങ്കിൽ x2 ആക്സിസ് ആണ്. x2 equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ഓർ x1 ആക്സിസ് ആണ്. രണ്ടും വരച്ചു. അതിലെ ഡിവിഷൻസ് നമ്മുടെ യൂണിറ്റുകൾ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തു, മാർക്ക് ചെയ്തു. 500, 1000, 1100, 2000 ആ രീതിയിൽ മാർക്ക് ചെയ്തു. സിമിലർലി വെർട്ടിക്കൽ ആക്സിസിൽ സെയിം തന്നെ മാർക്ക് ചെയ്തു. മൂന്നാമത് മാർക്ക് ചെയ്യുന്ന ലൈൻ x2 equal to 600, that is parallel to x1 axis and at a distance 600 unit from it, parallel to x1 axis. x2 equal to 600 ഈ റെഡ് ലൈൻ വരച്ചു. Then മൂന്നാമത്തെ ഈ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസ് അനുസരിച്ചുള്ള ലൈൻസ് വരയ്ക്കണം. ആദ്യം നമ്മൾ 0 ഉള്ളതുകൊണ്ട് വാല്യൂസ് കൃത്യമായിട്ടുള്ളതുകൊണ്ട് അത് ആദ്യം വരച്ചു. x1 plus x2 എന്നുള്ള 1500 എന്നുള്ള കൺസ്ട്രെയിന്റ് എടുത്തു, ഈക്വാലിറ്റി എടുത്തിട്ട് x1 0 എന്ന് ആദ്യം അസ്യൂം ചെയ്തു. അപ്പോൾ x2 equal to 1500. സിമിലർലി x2 0 എന്ന് എടുക്കുമ്പോൾ x1 equal to 1500. അപ്പൊ കോർഡിനേറ്റ്സ് 0, 1500 because x1 is 0, x2 equal to 1500. സിമിലർലി x2 0 എന്ന് എടുത്തു, x1 1500 എഴുതി, 1500 0. അതാണ് ഈ 1500 0 0 1500 അവിടെ എടുത്തു. ആ ലൈൻ വരച്ചു. That is x1 plus x2 equal to 1500. That is a corresponding line. Similarly, x1 plus 2x2 equal to 2000 എന്നുള്ള കണ്ടീഷൻ എടുത്തു. അവിടെ x1 equal to 0. Then we get 2x2 equal to 2000, x2 equal to 1000. 0,000 എന്നുള്ളതാണ് ഫസ്റ്റ് കോർഡിനേറ്റ്. 0,000 എന്നുള്ളത് ഇതാണ്, ഈ പോയിന്റ് ആണ്. അടുത്തത് x2 equal to 0 ആകുമ്പോൾ x1 equal to 2000. x2 2000 0 എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ് ആണ്. ആ ലൈൻ വരച്ചു. ഇതെല്ലാം കൂട്ടിമുട്ടി വരുന്ന റീജിയൻ ആണ്, ഇതിന്റെ ഉള്ളിൽ വരുന്ന റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ ഫീസിബിൾ റീജിയന്റെ എൻഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. എ ബി സി ഡി മാർക്ക് ചെയ്തു. എന്നിട്ട് എയുടെ കോർഡിനേറ്റ്സ്, ബിയുടെ കോർഡിനേറ്റ്സ്, സിയുടെ കോർഡിനേറ്റ്സ്, ഡിയുടെ കോർഡിനേറ്റ്സ്, ഓയുടെ കോർഡിനേറ്റ്സ് എല്ലാം എഴുതുക. ഓക്കെ, അത്രയും മനസ്സിലായി. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്, അതായത് വെർട്ടെക്സ് കിട്ടിയത്, ഈ ഫീസിബിൾ റീജിയന്റെ വെർട്ടെക്സ് ആയിട്ട് കിട്ടിയ വാല്യൂസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റീറൈറ്റിംഗ് O equal to ഓയുടെ പോയിന്റ്സ് 0, 0, എയുടെ പോയിന്റ്സ് 0, 600, ബിയുടെ കോർഡിനേറ്റ്സ് 750, 600, സിയുടെ കോർഡിനേറ്റ്സ് 1500, ബിയുടെ കോർഡിനേറ്റ്സ് 600, 750, 600. Then ഡിയുടെ കോർഡിനേറ്റ്സ് 1500, 0. These are the coordinates of feasible region. Feasible regionിൽ കിട്ടുന്ന ആ പെന്റഗൺ ഷേപ്പിന്റെ, പെന്റഗണൽ ഷേപ്പിന്റെ 1, 2, 3, 4, 5 ഭുജങ്ങളുള്ള ആ പെന്റഗണൽ ഷേപ്പാണ്. റെഗുലർ പെന്റഗൺ അല്ല, ഇറഗുലർ ആയിട്ടുള്ള പെന്റഗണൽ ഷേപ്പാണ് ഫീസിബിൾ റീജിയൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് 3x1 plus 5x2 എന്നുള്ളതാണ്. ആൻഡ് ദ എയിം ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. സെഡ് മാക്സ് ആണ് കാണേണ്ടത്. ഇനി 0 ആകുമ്പോൾ ഇതെല്ലാം 0 ആയിരിക്കും. അറ്റ് ഓൾ ആർ 0. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എ എന്നുള്ള പോയിന്റിൽ സെഡ് ഈക്വൽ ടു, എ എന്നുള്ള പോയിന്റിൽ ഫസ്റ്റ് 0, 3 into 0, 0 plus 5 into 600, that is 3000. Okay. Then B എന്നുള്ള പോയിന്റിൽ സെഡിന്റെ വാല്യൂ, ബി എന്നുള്ള പോയിന്റിൽ 750, 600 ആണ്. അപ്പോ 3 into 750 plus 5 into 600 അത് കാൽക്കുലേറ്റ് ചെയ്യാം. സി എന്നുള്ള പോയിന്റിൽ സെഡിന്റെ വാല്യൂ 1000ഉം 500 ആണ്. 3 into 1000 plus
5 into 500 അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഡി എന്നുള്ള പോയിന്റില് സെറ്റിന്റെ വാല്യൂ 3 into 1500 plus 5 into 0 0. Okay, now 750 into 3 2250 plus 3000 equal to 5250. This is the value of set at point B. Here 3000 plus 2500, that is 5500. That is the value at set. Here 4500. These are the values of set at each point. B എന്നുള്ള പോയിന്റിലും A എന്നുള്ള പോയിന്റിലും C എന്നുള്ള പോയിന്റിലും D എന്ന പോയിന്റിലും സെറ്റിന് കിട്ടുന്ന വാല്യൂ ആണ്. ഇതിൽ മാക്സിമം കിട്ടിയത് ഇവിടെ C എന്നുള്ള പോയിന്റിലാണ് സെറ്റിന് മാക്സിമം കിട്ടിയത്. സോ സെറ്റ് മാക്സ് ഈക്വൽ ടു 5500. Okay, and the coordinates are C coordinates 1500, that is x1 x2. ഇതിൽ അർത്ഥമാക്കുന്നത് number of doll to be produced x1 എന്നുള്ളത് A ടൈപ്പ് ഡോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ എണ്ണമാണ്, that is 1000. B ടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എണ്ണമാണ് 500. ഒരു ദിവസം 1000 A ഡോളും 500 B ഡോളും പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ 1500 ആയി. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻസ് വെച്ച് 1500 ഡോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് അവൈലബിൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പരമാവധി എങ്ങനെ ചെയ്യാം? A എന്നുള്ള പ്രൊഡ്യൂസ് ചെയ്യാം 1000 എണ്ണം, B എന്നുള്ളത് 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് 5500 ആണ് കിട്ടുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് മാത്തമാറ്റിക്കലി ഗ്രാഫിക്കലി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ?